നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് UDF ക്യാമ്പുകളിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ പട്ടാമ്പി മണ്ഡലം ഇതിനോടകം ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2001 മുതൽ തുടർച്ചയായി 15 വർഷം UDF ആണ് അധികാരം കൈയാളിയിരുന്നത്. എന്നാൽ 2016 തിരഞ്ഞെടുപ്പിൽ ഭരണം LDFിലേക്ക് വഴിമാറുന്നതിനും പട്ടാമ്പി സാക്ഷ്യം വഹിച്ചു. 2021 അത് തന്നെ ആവർത്തിച്ചപ്പോൾ 2026 കച്ചമുറുക്കിയാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് UDF നേതൃത്വം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്കെത്താൻ ഒരുപാട് വെല്ലുവിളികൾ UDFന് മറികടക്കേണ്ടതായുണ്ട്. പട്ടാമ്പി സീറ്റ് കോൺഗ്രസിൽ നിന്നും ലീഗിലേക്ക് വെച്ചുമാറണമെന്ന ആവശ്യമാണ് ആദ്യം ഉയർന്നത്. പട്ടാമ്പിയിലെ ലീഗ് നേതൃത്വം അടക്കം വിഷയം സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. സീറ്റ് കോൺഗ്രസിന് തന്നെ ലഭിക്കുകയാണെങ്കിൽ ആരാകും സ്ഥാനാർത്ഥി എന്നതാണ് മറ്റൊരു ചോദ്യം. 2021 തിരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പട്ടാമ്പിയിൽ നിന്ന് മത്സരിച്ച KPCC അംഗം റിയാസ് മുക്കോളിയും LDF മുന്നണിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി നഗരസഭാ ഭരണം UDFന്റെ കൈകളിലേക്ക് എത്തിച്ച നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജിയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്നത്. റിയാസ് മുക്കോളിക്കായും TP ഷാജിക്കായും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പ്രവർത്തകരും കളം പിടിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ 5 വർഷമായി പട്ടാമ്പിയുടെ സർവ്വ മേഖലകളിലും നിറഞ്ഞു നിൽക്കുകയാണ് റിയാസ് മുക്കോളി. പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിച്ചുകൊണ്ട് തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് TP ഷാജി. ആരാകും സ്ഥാനാർത്ഥി കുപ്പായം അണിയുക എന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഏത് വിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കങ്ങൾ UDF ക്യാമ്പുകളിൽ നടക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയവും മണ്ഡലം വെച്ചുമാറുന്നതുമായുള്ള ചർച്ചകളും തന്നെയായിരിക്കും മുന്നണി നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.